നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനത്തിൽ എല്ലാ മേഖലയിലും കേരളം കഴിഞ്ഞ 10 വർഷം വലിയ നേട്ടം കൈവരിച്ചു എന്ന് പറയുമ്പോൾ അത് ഒന്നാമതായി എടുത്തു പറയുന്നത് വിദ്യാഭ്യാസവും ആരോഗ്യവും. ഈ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കേരളം ഒരു നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ആ നേട്ടങ്ങൾ 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ നേട്ടങ്ങളല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഏറ്റവും പരാജയപ്പെട്ട വകുപ്പുകളിൽ ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് കാണുന്നത്. അതിലൊന്നാമത്തത് വിദ്യാഭ്യാസത്തിന്റെ, സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകിച്ച് നിലവാര തകർച്ച. 5 വർഷം കൂടുമ്പോൾ പാഠ്യപദ്ധതി പരിഷ്കരിക്കുക എന്നത് കേരളത്തിൽ നടന്നു വന്നിരുന്ന ഒരു ശീലമാണ്. എല്ലാ ഗവൺമെന്റുകളും പാഠ്യപദ്ധതി പരിഷ്കരിക്കാറുണ്ട്. നിരന്തരമായി പരിഷ്കരിക്കേണ്ട ഒന്നാണ് പാഠ്യപദ്ധതിയും പുസ്തകങ്ങളും എന്ന് കേരളം അംഗീകരിച്ചിട്ടാണ്. എന്നാൽ 10 വർഷം പാഠ്യപദ്ധതി പരിഷ്കരിക്കാതെ, പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കാതെ മുന്നോട്ട് പോയ വർഷങ്ങളായി. 2, കേരളത്തിലെ ഏറ്റവും കൂടുതൽ അധ്യാപകരില്ലാതെ വിദ്യാഭ്യാസം നടന്നിരിക്കുകയാണ്. സ്ഥിര അധ്യാപകർ 20,000-ലേറെ എയ്ഡഡ് അധ്യാപകർക്ക് 2018 മുതൽ നിയമനം നൽകിയിട്ടില്ല. 20,000-ഓളം ഒഴിവുകൾ നിരന്തരമായി കേരളത്തിലെ ഒഴിവുകൾക്ക് അവിടെയൊക്കെ താൽക്കാലിക അധ്യാപകർ, അതിഥി അധ്യാപകരെയാണ് നിയമിച്ചുകൊണ്ടിരുന്നത്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു നടപടിയും കേരള സർക്കാർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അതൊരു ഒരു സൗകര്യമായി. അതായത് ഒരു മാസം തന്നെ 100 കോടി രൂപയാണ് ഈ വകയിൽ മാത്രം കേരള ഖജനാവിലേക്ക് മുതൽ കൂട്ടിയത്. അതായത് ശമ്പളം കൊടുത്തില്ല, ഈ നിത്യക്കൂലി കൊടുക്കുന്നത് പോലെയുള്ള അധ്യാപകരെയാണ്. സ്വാഭാവികമായിട്ടും ആ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം. ഇതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ 5 വർഷം മാത്രം എടുത്താൽ കേരളത്തിലെ സ്കൂൾ കുട്ടികളിൽ 3.33 ലക്ഷം വിദ്യാർത്ഥികളുടെ കുറവുണ്ടായി. ഈ അടുത്ത് നിയമസഭയിൽ നിരന്തരമായി പല അംഗങ്ങളും ചോദിച്ചൊരു ചോദ്യമാണ്, കേരളത്തിൽ എത്ര സ്കൂളുകൾ പൂട്ടി? ഈ 5 വർഷത്തിനിടയിൽ എത്ര സ്കൂളുകൾ പൂട്ടി, എത്ര സ്കൂളുകൾ ലയിപ്പിച്ചു എന്ന് ചോദ്യക്കായി. എന്നാൽ വിവരം ശേഖരിച്ചു വരുന്നു എന്നാണ് എല്ലാവർക്കും മറുപടി നൽകിയത്. അങ്ങനെ വിവരം ശേഖരിക്കാൻ വേണ്ടി കൂടുതൽ പണിപ്പെടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എത്ര സ്കൂളുകൾ പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിയാൻ ഒരൊറ്റ സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ വിവരം ശേഖരിച്ചു, മറ്റൊന്നും കൊണ്ടല്ല, നിരവധി സ്കൂളുകളാണ് പൂട്ടിപ്പോയത്. മറ്റൊന്ന് CBSE, ICSE വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ തഴച്ചു വളരുകയാണ്. അതായത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കുട്ടികൾ ധാരാളമായി സ്വകാര്യ CBSE, ICSE സ്കൂളുകളിലേക്ക് പോവുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ: വിദ്യാഭ്യാസ നിലവാരത്തിലുണ്ടായിരുന്ന തകർച്ച, അധ്യാപകരില്ലാതെ, പാഠ്യപദ്ധതി പരിഷ്കരിക്കാതെ. ഇനി ഇതെല്ലാം കഴിഞ്ഞു 10 വർഷത്തിന് ശേഷം പാഠ്യപദ്ധതി പരിഷ്കരിച്ചു, ഒരു ബഹളുണ്ടാക്കി പരിഷ്കരിച്ചു. ആ പാഠ്യപദ്ധതി ഇതാണ്. ആ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു, 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് 25% വെട്ടിക്കുറക്കാൻ പോവുകയാണ്. പാഠപുസ്തകം വന്നിട്ടേ ഉള്ളൂ, ഒരു വർഷം പോലും ആയിട്ടില്ല. അതിന് തൊട്ടു മുമ്പ് പരീക്ഷാ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തി. ഒരു പാഠ്യപദ്ധതി എന്ന് പറയുന്നത് എങ്ങനെയാണ് വിദ്യാഭ്യാസം നടക്കേണ്ടത്, എങ്ങനെയാണ് പാഠപുസ്തകം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് മൂല്യനിർണ്ണയം നടക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമായ രൂപരേഖ ഉണ്ടാക്കുന്നതാണ് പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. അത് താഴെ തട്ടിലെ സ്കൂൾ വിദ്യാർത്ഥി മുതൽ LP വിദ്യാർത്ഥി മുതൽ ഈ നാട്ടിലെ എല്ലാ ആളുകളും ചർച്ച ചെയ്തത് ഉണ്ടാക്കിയ പാഠ്യപദ്ധതിയാണെന്നാണ് പറയുന്നത്. ആ പാഠ്യപദ്ധതി ഉണ്ടാക്കിയ അതേ വർഷം തന്നെ പരീക്ഷാ വ്യവസ്ഥയിൽ മാറ്റം വരുത്തി. ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല, ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല, ഒരു വിദഗ്ധ സമിതി ഉണ്ടായിട്ടില്ല. ഈ വിദഗ്ധരായ എല്ലാ ആളുകളെയും നോക്കുകുത്തിയായി നിർത്തി
വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രി തീരുമാനിക്കണം, ഉദ്യോഗസ്ഥർ തീരുമാനിക്കണം. അത് പരീക്ഷാ സമ്പ്രദായത്തിൽ മാറ്റം വരും. ഇപ്പോ വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചു. ഈ പാഠ്യപദ്ധതി കുറവാണ്. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് മുന്നോട്ട് വരുന്നതിന് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ മതിയായ വിവരമില്ലാതെ, അടിസ്ഥാന വിദ്യാഭ്യാസമില്ലാതെ അവരുടെ നിലവാര തകർച്ച ഉണ്ടാകുന്നത് കൊണ്ടാണ്, അത് രക്ഷിതാക്കൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് വലിയ തോതിൽ കുട്ടികൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചില കെട്ടിടങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞത്. ഇപ്പോ എല്ലാ ഈ കെട്ടിടങ്ങളുടെയൊക്കെ ചുമതല ആർക്ക് കൊടുത്തിട്ടുണ്ട്? അതായത് പഞ്ചായത്തുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. MLA-മാരെയും MP-മാരുടെയും ഫണ്ട് ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് കെട്ടിടങ്ങൾ വലുതായി ഉണ്ടായി എന്നതല്ല കാര്യം. ഈ കെട്ടിടത്തിനകത്ത് അധ്യാപകരുണ്ടാവണം, നല്ല പാഠ്യപദ്ധതി ഉണ്ടാവണം, നല്ല പാഠപുസ്തകങ്ങൾ ഉണ്ടാവണം, അത് നല്ല രീതിയിൽ ട്രാൻസാക്ട് ചെയ്യപ്പെടണം. ഈ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം, പ്രത്യേകിച്ചും 10 വർഷമായി പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ 5 വർഷമാകട്ടെ യാതൊരു തരത്തിലുള്ള നയവുമില്ലാതെ വെറും പ്രചരണങ്ങൾ മാത്രമാണ് നടന്നത്. അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വലിയ തോതിലുള്ള തകർച്ച നേരിട്ട, കുട്ടികൾ ഒഴിഞ്ഞുപോയ ഒരു കാലമാണ് കഴിച്ചുപോയത്. ബാക്കിയുള്ളതൊക്കെ വ്യാജ പ്രചരണങ്ങൾ മാത്രമാണ് എന്ന് സൂചിപ്പിക്കുന്നു.